അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമീറിനെ കണ്ട ഉടനെ തന്നെ രാജേഷത പതുക്കെ അവിടെ നിന്ന് മിന്നുന്നു. രാജേഷിന് ഈ ലോകത്ത് പേടിയുള്ള ഒരേ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ഷമീർ മാത്രമാണ്. എന്നാൽ ഷമീറിൻ്റെ സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ സീനത്തിൻ്റെ മുന്നേറ്റം. ഒരിക്കൽ പോലും രാജേഷ് അവൻ്റെ മുമ്പിലേക്ക് വരാൻ ധൈര്യപ്പെടുന്നില്ല. എന്നാൽ രണ്ട് സ്ത്രീകൾ പിന്നിലായിക്കൊണ്ടും അവൻ മുന്നിലായിക്കൊണ്ടും നടന്നു വരുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ രാജേഷ് പതുക്കെ അവിടെ നിന്ന് മാറുകയാണ് ചെയ്തത്. അതെ, ജീവൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറണം, അല്ല എങ്കിൽ അവൻ തന്നെ വകവരുത്തും. അത്രക്ക് ശക്തിയാണ് അവൻക്ക് എന്നുള്ളത് നന്നായിട്ടറിയാം രാജേഷിന്. അന്നും അതാ ഹോസ്പിറ്റലിലേക്ക് അവർ പോകുന്നു. എന്നാൽ പരമാവധി സീനത്ത് പറഞ്ഞിരുന്നു ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ പോകണ്ട എന്നൊക്കെ. പക്ഷേ അത് കറക്റ്റായിട്ട് രീതിയിൽ ചെക്കപ്പും കാര്യങ്ങളും നടത്തിയില്ലെങ്കിൽ അതൊരു പക്ഷേ വല്ല പ്രശ്നവും വന്നാലോ എന്നുള്ള ഭയം കൊണ്ട് തന്നെ ഷമീർ അതിനൊട്ടും കുറവ് വരുത്തിയില്ല. നേരെ ഡോക്ടറുടെ അരികിലേക്ക് സ്നേഹത്തോടെ മുംതാസ് ഡോക്ടർ, എല്ലാവരോടുമായി നല്ല രീതിയിൽ പെരുമാറുന്ന ആ ഒരു ഡോക്ടർ, അത് ഏറ്റവും അവൾക്ക് പറ്റിയ ഡോക്ടർ തന്നെയായിരുന്നു. അത്യാവശ്യം തിരക്കുള്ള ഡോക്ടറാണ്, കാരണം അവരുടെ സ്വഭാവ രീതി അതായതുകൊണ്ട്. എന്നാൽ 8ാമത്തെ ടോക്കൺ നമ്പർ അതാ വിളിക്കുന്നു. സീനത്ത് ഷമീർ, സീനത്ത് ഷമീർ, ആ എഴുന്നേൽക്ക് മോളെ, വാ വിളിക്കുന്നു. സീനത്ത് അതാ നിറവയറുമായി അതാ ആ റൂമിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നു മുംതാസ് ഡോക്ടർ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സീനത്തെ, എങ്ങനെയുണ്ട് മോളെ, സുഖമല്ലേ? എന്തൊക്കെ, എവിടെ ഹസ്ബൻഡ്? എന്താ ഹസ്ബൻഡിനെ എപ്പോഴും പുറത്ത് നിർത്തുന്നത്? ഷമീറിനെ വിളിക്ക്. എന്താ മോളെ ഇത്? ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ സ്നേഹബന്ധങ്ങളൊക്കെ വേണം എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിരുന്നല്ലോ. ഇവിടെ ഷമീർ വിളിക്കൂ. ഒരു നിമിഷം സീനത്ത് എന്ത് പറയണമെന്നായിപ്പോയി. അതെ, ആദ്യമേ പറഞ്ഞാൽ മതിയായിരുന്നു സഹോദരനെന്നോ. പക്ഷേ എന്ത് ചെയ്യാൻ, ഷമീർ എന്നെ അങ്ങ് ഏറ്റെടുത്ത പോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സിസ്റ്ററെ, സീനത്തിൻ്റെ ഭർത്താവിനെ വിളിക്കൂ. സീനത്തിൻ്റെ കൂടെ അതെ, ഷമീർ അവിടെ ഒരു ചെയറിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അതെ, ഡോക്ടർ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഒരു നിമിഷം അവനൊന്ന് പരിങ്ങിപ്പോയി, എങ്കിലും ധൈര്യത്തോടെ മുന്നോട്ട് വന്നു. എന്താ ഷമീർ, എന്തു പറ്റി? ഇരിക്കൂ. എന്താ പുറത്തിരിക്കുന്നത്? അതായത് കുഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെയല്ലേ? അപ്പോൾ ഡോക്ടറുടെ അരികിലേക്ക് വരുമ്പോഴേ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ? സ്വന്തം കുഞ്ഞിനെ കുറിച്ച് അറിയണ്ടേ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അറിയാനുണ്ടല്ലോ. അപ്പം പിന്നെ എന്തിനാന്നിങ്ങനെ പുറത്തിരിക്കുന്നത്? പിന്നീട് വിളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഷമീർ, എന്തിനാ നാണിക്കുന്നത്? പലർക്കും മടിയാണ് അല്ലേ? അതെ, ഭാര്യയുടെ കൂടെ പ്രഗ്നൻസി ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലും അതങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഡെലിവറി സമയത്ത് ഭർത്താക്കന്മാർ കൂടെ ഉണ്ടാകുന്ന അവസ്ഥ, അത് ഭാര്യയ്ക്ക് ഏറ്റവും കൂടുതൽ സമാധാനവും സന്തോഷവും തരുന്ന ഒന്നായിരിക്കും. അതെ, തൻ്റെ കൂടെ ആളുകൾ ഉണ്ടല്ലോ, അതെ, ഫാമിലി അടക്കം. അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പാക്കേജ്. എന്താ ഷമീർ അങ്ങനെ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ലേ? അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയണമല്ലോ. ഞാൻ ആദ്യം തന്നെ ഷമീറിനോടാണ് ചോദിക്കുന്നത്. ഷമീർ എങ്ങനെയുണ്ട്? കഴിഞ്ഞ പ്രാവശ്യത്തേനേക്കാൾ വെയിറ്റ് കൂടിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ കേട്ടോ. സീനത്ത് ഒന്ന് കയറും. ഓക്കെ, മാഷാ അല്ലാ, നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഷമീർ, കൺഗ്രാജുലേഷൻസ്. ഞാൻ പറഞ്ഞതിൽ നിന്ന് ശരിക്കും വ്യത്യസ്തമായ രീതിയിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. കുഞ്ഞും തൂക്കം കൂടിയിട്ടുണ്ട്, അതുപോലെ കുഞ്ഞിൻ്റെ ഉമ്മയും. എന്തായാലും നല്ല മാറ്റം വരുത്തി. എന്താ അതിനു മുമ്പ് ശ്രദ്ധിക്കാതിരുന്നത്? അതിനു മുമ്പ് എന്തായിരുന്നു പറ്റിയത് ഫാൾട്ട്? കുട്ടിക്ക് ഛർദി കാര്യങ്ങൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെന്ത് പറ്റി മോളെ? ഹസ്ബൻഡ് ഒന്ന് കൊണ്ടു തന്നില്ലേ? അതോ ക്ഷീണം പിടിച്ചോ? ഏതായാലും ബെസ്റ്റ്.
ഷമീർ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കണമെങ്കിൽ നല്ല പോഷകാഹാരങ്ങൾ കഴിക്കണം. അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും നിന്ന് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് ലഭിക്കും? ഒന്നും ലഭിക്കില്ല. അതാണ് പറഞ്ഞത്, പോഷകങ്ങൾ കഴിക്കണം. ഒരുപാട് ചോറ് വലിച്ചു വാരി കഴിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാലും അൽഹംദുലില്ലാ മാഷാ അല്ലാ നല്ല മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. മോളെ സുന്ദരി ആവയായിട്ടുണ്ടല്ലോ. എന്ത് ഇപ്രാവശ്യം ഇങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ആകപ്പാടെ കരിവാളിച്ച് എന്ത് പറ്റിയിരുന്നു? ഇപ്പോൾ ആകപ്പാടെ മാറ്റം വന്നല്ലോ. എന്തായാലും ഹസ്ബൻഡിനെ നോക്കാൻ അറിയായിട്ടൊന്നല്ലേ. ഉമ്മ എങ്ങനെയുണ്ട്? മോളുടെ കാര്യമൊക്കെ നല്ലോണം നോക്കുന്നുണ്ടല്ലേ? അത് പിന്നെ നോക്കാൻ ഞാൻ പറ്റുമോ? നമ്മളെ കുട്ടി തന്നെയല്ലേ. അതെ മോളെ, നീ നല്ല രീതിയിൽ ദുആ ചെയ്തു ഉമ്മാക്കും വേണ്ടി. ഇങ്ങനെ ഒരു ഉമ്മയെ നിനക്ക് കിട്ടിയല്ലോ, കണ്ടില്ലേ, നമ്മളെ കുട്ടിയല്ലേ. ആ ഒരു വാക്ക് പോരെ മോളെ. ഉമ്മാക്ക് മക്കൾ വേറെ ഇല്ലേ? ഒരു മോനേ ഉള്ളൂ. ആ, ഏതായാലും മോനക്ക് പറ്റിയൊരു മരുമകളെ തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയല്ലേ നിങ്ങളെ കുടുംബത്തിൽ കുട്ടി എത്തിപ്പെട്ടതും വലിയ ഭാഗ്യം തന്നെ. ആ, എന്നാൽ മോളെ നമുക്കൊന്ന് നോക്കാം കേട്ടോ, എങ്ങനെ കുഞ്ഞിൻ്റെ കിടപ്പ് കാര്യങ്ങളൊക്കെ. ഇനി അധികം ഇല്ലല്ലോ അല്ലേ? ഇനിയിപ്പോൾ 1.5 മാസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ഉണ്ടാകും. നമുക്ക് സുഖപ്രസവം വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നീട് പറഞ്ഞു തരണ്ട്. വാ മോളെ കിടക്ക്. അങ്ങനെ അത് സീനത്തിന് ആ ഹോസ്പിറ്റലിലെ ആ റൂമിലേക്ക് കിടക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. ഡോക്ടർ ഞാൻ ഇപ്പോൾ വരാം കേട്ടോ, നിങ്ങളിവിടെ ഇരിക്കേ. സീനത്തെ മോളെ നോക്കട്ടെ. ആഹാ കുഞ്ഞിൻ്റെ കിടപ്പ് ഓക്കെ. ഇനിയിപ്പോൾ തിരിഞ്ഞു വരാനൊക്കെ ഉണ്ട്. അവളുടെ വയറിൽ പിടിച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അത് ഡോക്ടർ പ്രത്യേകമായ രീതിയിൽ തൊട്ട് നോക്കുന്നു. മോള് നന്നായിട്ട് വെള്ളം കുടിക്കാൻ കേട്ടോ. കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ എന്താ ഹസ്ബൻഡിനോടൊക്കെ കൂടുതലായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുക, പെരുമാറുക. പിന്നെ ടെൻഷന് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മാക്സിമം നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക. പിന്നെ ഖുർആനൊക്കെ നല്ലോണം ഓതിക്കോട്ടെ മോളെ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് കേൾക്കുന്നത്, അതാണ് കേട്ടോ നമ്മളെ വയറ്റിലുള്ള കുഞ്ഞ് കേൾക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു, അതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിക്കും നമ്മുടെ കുഞ്ഞ്. നമ്മൾ ധാരാളമായിട്ട് ഖുർആൻ പാരായണമൊക്കെ ചെയ്യുക. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കരുത്, ടെൻഷൻ കൊടുക്കരുത്, പേടിക്കരുത്. നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. എന്നാൽ തന്നെ കുഞ്ഞിനും നല്ല കാര്യം കിട്ടും, നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ആവും. അല്ലെങ്കിൽ നമ്മൾ ഗർഭസമയത്ത് എന്തെങ്കിലുമൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ബാധിക്കും, നന്നായിട്ട് ബാധിക്കും മോളെ. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്, സ്ട്രെസ്സ് തീരെ പാടില്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഞാൻ നിൻ്റെ പാരൻസ് ഇവരോടൊക്കെ പറയാം. എന്തായാലും അല്ല മോളെ, പ്രസവത്തിന് കൊണ്ടുപോകുന്ന ചടങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? നിങ്ങളവിടെ ഇല്ലേ? സാധാരണ 7 മാസമാകുമ്പോൾ ഒരു നിമിഷം അവരുടെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി സീനത്ത്. എന്ത് പറയണമെന്നറിയാതെ. അത് ഡോക്ടറെ വേണ്ട കുഴപ്പമില്ല, ചില ആളുകൾ വിടില്ല. പ്രസവത്തിന് കൊണ്ടുപോകുന്നുള്ളൊരു ചടങ്ങ് നമ്മൾ പാരമ്പര്യമായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ ചില ആളുകൾ അതിപ്പോൾ അവിടെ ഭർത്താവിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. പലർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. മോൾക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു ഭാഗ്യം തന്നെയാണ്. കാരണം ഭർത്താവിൻ്റെ സ്നേഹം നമ്മൾ പ്രസവം വരെ അവരുടെ കൂടെ കഴിയാണ് നല്ലത്. അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്തായി തീരും? എല്ലാം നല്ല ഹാപ്പി ഓഫ് ഹെൻഡായി തീരും. പിന്നെ ചിലർക്ക് ഭർത്താവിനെ വിട്ടുപിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല സ്ട്രെസ് ഉണ്ടാവും, നല്ല ടെൻഷൻ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അങ്ങനെയുള്ള ഇതൊന്നും വരില്ലല്ലോ മോളെ. ഇത് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, മാഷാ അല്ലാ. നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുക. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ മെഷീൻസ് ഒക്കെ ഒഴിവാക്കുക. എന്നാൽ മോൾ എണീറ്റുള്ളൂ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അങ്ങനെ അവൾ എഴുന്നേറ്റു. മോളെ അടുത്ത മാസം ഒരു സ്കാനിങ് ഉണ്ട് കേട്ടോ, അത് നമുക്ക് ചെയ്യണം. എവിടെ ഷമീർ ഉമ്മ? മോൾക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. എല്ലാ അളവും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പിന്നെയെന്ന് വെച്ചാൽ ടെൻഷൻ ഇല്ലാത്ത ജീവിതം. ഇനിയുള്ള ഈ ഒരു 1.5 മാസത്തോളം നിങ്ങൾ നല്ല രീതിയിൽ അവളെ ഹാപ്പി ആക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ കൂടുതൽ ജങ്ക് ഫുഡ് കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ തന്നെ മതി. പോഷകാഹാരങ്ങൾ കഴിക്കുക. പിന്നെ ഒരു ഗ്ലാസ് പാൽ കുടിച്ചോട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പപ്പടം, അച്ചാർ, ഉണക്കമീൻ അതൊക്കെ ഒഴിവാക്കുക. അതൊക്കെ പ്രഷർ കൂടുന്ന സംഭവമാണ്. കാര്യമായിട്ട് നമ്മുടെ മനസ്സിനുള്ള ശരീരത്തിനുള്ള ഹാപ്പിനെസ് അത് തന്നെയാണ്. നമ്മൾ ഗർഭസമയത്ത് ഒരാളെയും വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. വിഷമം പാടില്ല. വിഷമം കയറിക്കഴിഞ്ഞാൽ പ്രഷർ കൂടും. പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പറേഷത്തിന്
ഇടയാകും, അങ്ങനെ ടെൻഷനാകും, കുഞ്ഞ് മേലോട്ട് കയറിപ്പോകും, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ഒരു ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഓക്കെ, നിസ്കരിക്കുന്ന കാര്യത്തിലൊന്നും ഇളവൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ കറക്റ്റ് രീതിയിൽ 5 നേരം തന്നെ നിസ്കരിച്ചാട്ടോ. അതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ കുഞ്ഞിനൊരു അയവ് വരാനൊക്കെ ഒരു ചാൻസാണ്. നമ്മൾ ഗർഭകാലം എന്ന് വെച്ചാൽ റെസ്റ്റ് എടുത്ത് കുത്തനെ കിടന്ന് അനങ്ങാതെ കിടന്നെന്നും വിചാരിച്ചിട്ടുണ്ടാവണമെന്നില്ല. അതൊക്കെ നമ്മൾ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കുഴപ്പം വരില്ല. അതൊക്കെ നമ്മൾ ചെയ്യുക, കറക്റ്റ് രീതിയിൽ കുറച്ച് നേരത്തെ ഉണരുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ എപ്പോഴും ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെല്ലുക, ദിക്ർ സ്വലാത്തുകളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ നമ്മൾ കുഞ്ഞിനും തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും കുഞ്ഞിൻ്റെ എല്ലാത്തിനും തന്നെ കുഞ്ഞിൻ്റെ മനസ്സിനും ഒക്കെ ഒരു സംതൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാം. മോനെ ഷമീർ, അപ്പോൾ പറഞ്ഞതുപോലെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടിന്യൂ ചെയ്തത് കൊണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇനിയും ഈ 1.5 മാസത്തോളം നല്ല രീതിയിൽ തന്നെ അവളെ കെയർ ചെയ്യുക കേട്ടോ. ടെൻഷനൊന്നും ആക്കാതെ നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടോ. ഉമ്മയുടെയും ഇങ്ങനെയുള്ളൊരു ഹസ്ബൻഡിൻ്റെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് നല്ല രീതിയിൽ ഒക്കെ ആക്റ്റീവായിട്ടുണ്ട്. കൂടുതൽ മെഡിസിൻസ് ഞാൻ എഴുതുന്നില്ല കേട്ടോ ഇപ്രാവശ്യവും. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കാൽസ്യത്തിനുള്ള മെഡിസിൻസൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾ വാങ്ങണമെന്നില്ല. അതിന് പകരം നിങ്ങൾ ഫിഷ് കഴിക്കുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, കാൽസ്യം അടങ്ങിയ ആഹാരങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്ന് കിട്ടും. നമ്മൾ മെഡിസിൻസ് കുറേ കഴിക്കാൻ എനിക്ക് ഒട്ടും ഞാൻ എൻ്റെ പേഷ്യൻറ്റിനോട് ഞാൻ പറയാറില്ല. മെഡിസിൻസ് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റ് വരും. പക്ഷേ ഇതാവുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാകുമ്പോൾ ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും മിനറൽസൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായും നല്ലൊരു ശരീരത്തിന് ആരോഗ്യം കിട്ടും. അപ്പോൾ അത് തന്നെയാണ് നല്ലത്. ചെറു മത്സ്യങ്ങളൊക്കെ കഴിക്കുക കേട്ടോ മോളെ. കൂടുതലായിട്ട് ഫ്രൈ ചെയ്തത് അങ്ങനെയൊന്നല്ല, വേവിച്ച് കഴിക്കുക. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അത് നന്നായിട്ട് കഴിക്കുക. പിന്നെ ഈത്തപ്പഴം കഴിക്കാൻ പാടില്ല എന്നൊക്കെ ചിലരൊക്കെ പറയും. അതിന് പിന്നെ ഞാൻ പറയുന്നത് ഈത്തപ്പഴം രക്തം ഉണ്ടാകാൻ വേണ്ടി ഈത്തപ്പഴം നല്ലതാണ്. ഈത്തപ്പഴം കഴിക്കണതിന് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, കഴിക്കാം. ഈത്തപ്പഴം, ബദാം അങ്ങനെയൊക്കെയുള്ള നല്ല സാധനങ്ങൾ കഴിക്കണതിന് കുഴപ്പമില്ല. പിന്നെ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡൊന്നുമല്ല ഞാൻ പറയുന്നത്. സാധാരണ വീട്ടിലുണ്ടാകുന്ന മുരിങ്ങയില, ചീരയില, അങ്ങനെ ഇലക്കറികളൊക്കെ കഴിച്ചാൽ കുഞ്ഞിൻ്റെ മുടി ഉണ്ടാവാനും കുഞ്ഞിന് നല്ല ഭംഗിയുണ്ട് ഒക്കെ ഏറ്റവും നല്ല ഇലക്കറികൾ തന്നെയാണ്. അത് നന്നായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. മോനെ ഷമീർ, എന്നാൽ ഓക്കെ, എന്നാൽ ശരി. തൂക്കമൊക്കെ കറക്റ്റായിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്. എന്നാൽ ശരി, ഓക്കെ. അടുത്ത മാസം ഒരു സ്കാൻ ചെയ്ത് നോക്കാം കേട്ടോ, ഒന്നും കൂടി കുട്ടിയുടെ കിടപ്പൊക്കെ ഒന്ന് ശരിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻഷാ അല്ലാ. എന്നാൽ ശരി ഡോക്ടറെ, ആയിക്കോട്ടെ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും. സന്തോഷത്തോടു കൂടി അതാ ഉമ്മയും ഷമീറും സീനത്തും പുറത്തേക്ക് ഇറങ്ങി. ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു പോയി, റബ്ബേ മുന്താസ് ഡോക്ടറെ അടുത്ത് എത്തിയാൽ തന്നെ ഒരു സമാധാനമാണ് മനസ്സിക്ക്. എന്താ അറിയില്ല, പറയാനുള്ളത് പറയും മുഖത്ത് നോക്കി. പക്ഷെ എന്നാലും പറയാനുള്ളത് നല്ല കറക്റ്റ് രീതിയിൽ പറഞ്ഞു തരും. ഗുളിക മരുന്നൊന്നും കുടിക്കണം എന്ന് പറയുന്നില്ല, അതിനുള്ള ഭക്ഷണം കഴിക്കാനാണ് എഴുതി തന്നിട്ടുള്ളത്. എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളതും അതൊക്കെയാണ് എഴുതി തന്നത്. എന്തൊക്കെ തന്നെയാലും മാഷാ അല്ലാ. സീനത്തിൻ്റെ മനസ്സിലും ഒരുപാട് സന്തോഷമായി. ഷമീറിൻ്റെ മനസ്സിൽ അതിലേറെ. അതെ, ഷമീറിനൊരു വാശിയുണ്ടായിരുന്നു. അതെ, അവൾക്കൊന്നും സംഭവിക്കാതെ നല്ല രീതിയിൽ അവളുടെ ഡെലിവറി കാര്യങ്ങൾ എല്ലാം കഴിയണം. അതിനുവേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാകും എന്നായിരുന്നു അവൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഷമീറിന് ഒരു നിർബന്ധം കൂടി ഉണ്ടായിരുന്നു. അതെ, അവളുടെ വയറ്റിൽ കിടക്കുന്നത് ഒരു ഉസ്താദിൻ്റെ കുഞ്ഞാണ്, ഒരു ഹാഫിളായ ഉസ്താദിൻ്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സംരക്ഷിക്കണം ആ കുഞ്ഞിനെ നല്ല രീതിയിൽ ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരണം. ഒരു കുഴപ്പം പറ്റാതെ അത് ആ കുഞ്ഞിനെ വളർത്തുവാൻ കഴിയണം. അങ്ങനെ ഒരു വാശി കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ഷമീറിന്. നല്ലൊരു സ്വാലിഹായ മനുഷ്യൻ്റെ കുഞ്ഞല്ലേ, ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ആ കണ്ണുനീർ തട്ടാൻ പാടില്ല. ആ കണ്ണുനീർ തട്ടിക്കഴിഞ്ഞാൽ അതവൾക്ക് വളരെയധികം വിഷമുള്ള സംഭവമായിരിക്കും. കാരണം സീനത്ത് അങ്ങനെയൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്തു പോകുന്നതല്ലേ, സാരമില്ല. എന്നാൽ ആ കുഞ്ഞിനെയെങ്കിലും നല്ല രീതിയിൽ സംരക്ഷിക്കണം. സന്തോഷത്തോടെ അവർ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി. ഉമ്മ, ഫുഡ് എന്തെങ്കിലും കഴിക്കണ്ടേ? മോനെ, അങ്ങനെ ഇങ്ങനെയത്തുള്ള ഫുഡൊന്നും അല്ലുമ്മ, അവൾക്ക് കൊതിയുണ്ടാവൂലേ എന്തെങ്കിലുമൊക്കെ. മോൾക്ക് എന്ത് ഫുഡാണ് വേണ്ടത്? ഉമ്മ, എന്തായാലും വേണ്ടില്ല, വീട്ടിലത്തെ ഫുഡ് തന്നെ മതിയല്ലോ. അല്ല മോൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അത് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാം, അതായിരിക്കും നല്ലത്. അവൾ ഒരു നിമിഷം
അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. റബ്ബേ, ഇത്രക്കും സ്നേഹനിധിയായ ആളുകളെയാണല്ലോ എനിക്ക് കിട്ടിയത്. അതെ, അതെൻ്റെ ഭർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും നരകിച്ചു കഴിഞ്ഞേനെ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ പ്രാർത്ഥനയുടെ ഫലം മാത്രമാണ് എനിക്ക് ഇത്രയും നല്ല സൗഭാഗ്യം കിട്ടുവാൻ കാരണം. മറ്റൊന്നുമല്ല. അല്ലാ റബ്ബേ, ഞാൻ പാപിയാണ്, ദോഷിയാണല്ല. എൻ്റെ ദോഷങ്ങളെ പുറത്തു തരണേ റഹ്മാനെ. ഒരു നിമിഷം അവൾ കണ്ണുകൾ നിറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പലരും നമ്മുടെ ഉസ്താദിൻ്റെയും നൂറയുടെയും കഥ ചോദിച്ചിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുമോ എന്നൊക്കെ. പക്ഷേ പലർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട്, കാരണം അത് ശരിക്കും ഉണ്ടായ സംഭവം തന്നെയാണ് കേട്ടോ. അത് ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻഷാ അല്ലാ വേണമെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കലും അത് പറയാം കേട്ടോ, അത് കംപ്ലീറ്റ് ചെയ്യാം. അത് ആ ഉമ്മയുടെ അരികിലേക്ക് ആ ഭാര്യയെ കൊണ്ട് പോയോ ഉസ്താദ്? എന്തായി സ്ഥിതിഗതികൾ? ഉസ്താദ് ആഗ്രഹിച്ചതുപോലെയൊക്കെ നടന്നോ? ഉമ്മ അവളെ സ്വീകരിച്ചോ? വിവാഹം കഴിച്ച് ഉമ്മയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നോ? അതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. പലരും ചോദിച്ചിരുന്നു കേട്ടോ. പലരും, ചിലർക്ക് അങ്ങനത്തെ വിഷയത്തിനോട് ഇഷ്ടമായിരിക്കുമല്ലോ, കാരണം ഉള്ള സംഭവം തന്നെയാണത്. അത് മാത്രമല്ല, അത് വളരെയധികം അറിയപ്പെട്ടൊരു മഹാനായി മാറിയിട്ടുണ്ട് ആ മനുഷ്യന്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് കൊണ്ട് പലർക്കും പല മാരക രോഗങ്ങൾ ഷിഫയായ ചരിത്രം ഉണ്ടായി. അത് എനിക്ക് വരെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് എൻ്റെ വലിയ കുട്ടിയെ ഇങ്ങനെ പ്രസവിച്ച സമയത്ത് ഭയങ്കര സ്തനത്തിൽ നല്ല മുറിവ് വന്നു. എത്രയോ ഡോക്ടേഴ്സിനെ കാണിച്ച് വിലപിടിപ്പുള്ള ഗുളികൾ മെഡിസിൻസ് കഴിച്ചു, ഒരു സുഖമില്ല. അതിൻ്റെ അടുത്തേക്ക് പോയി അതിൻ്റെ ഒരു വാക്ക്, അതിൻ്റെ എന്തൊരു വെള്ളം, ഒരു മരുന്നുണ്ട്, ഒരു കറുകപ്പാല എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന്. ആ മരുന്ന് അത് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അതിന് ശേഷം ആ മുറിവ് എങ്ങോട്ട് പോയത് കണ്ടില്ല. അത് അള്ളാഹുവിനോട് അടുത്ത ആളുകളൊക്കെ അവരുടെ ഒരു വാക്കും അവരുടെ മരുന്നിൻ്റെ ഒരു ഫലമൊക്കെ കൊണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ വിടണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.